ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവ് എല്ലാ മേഖലയിലും നമ്മൾ പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്ഷേമ പെൻഷനും ഇനി AI വഴിയിലൂടെയാണ്. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് സർക്കാർ ആനുകൂല്യമെന്ന് പറഞ്ഞാൽ ഓഫീസുകളുടെ മുന്നിലെ നീണ്ട ക്യൂ, ഫയലുകൾ, ഒപ്പുകൾ, മുദ്രകൾ ഇതൊക്കെയായിരുന്നു മനസ്സിൽ വരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ പതുക്കെ മാറുകയാണ്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ പോലും സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്ന കാലമാണിത്. ഇപ്പോഴിതാ കേരളത്തിലെ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലും വലിയൊരു മാറ്റത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. ക്ഷേമ പെൻഷൻ വിതരണം കൂടുതൽ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന DBT സംവിധാനം ശക്തമാക്കുന്നു. അതോടൊപ്പം സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI ഉപയോഗിക്കാനും കേരളം ഒരുങ്ങുകയാണ്. അതായത് ഒരു വശത്ത് നിങ്ങളുടെ ക്ഷേമ പെൻഷൻ നേരിട്ട് അക്കൗണ്ടിലേക്ക് എത്തും, മറുവശത്ത് ആ പെൻഷൻ ആർക്കാണ് നൽകേണ്ടത്, ആരാണ് അർഹർ, ആരുടെ വിവരങ്ങളാണ് പുതുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ ഡേറ്റ അനലിറ്റിക്സിനും AIക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കും. അപ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇത് സാധാരണക്കാരന് ഗുണമാണോ അതോ പുതിയ ഒരു തലവേദനയാണോ? ആദ്യം പെൻഷൻ്റെ കാര്യത്തിൽ എന്താണ് മാറ്റം? കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ പല വിഭാഗങ്ങളിലായാണ് നൽകുന്നത്. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ കേരളത്തിൽ DBT അഥവാ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. DBT എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. സർക്കാർ പണം അനുവദിക്കുന്നു, ഇടയിൽ അനാവശ്യമായ പല ഘട്ടങ്ങളും ഒഴിവാക്കി അർഹനായ ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നേരിട്ടെത്തിക്കുന്നു. കേരളത്തിൻ്റെ ഔദ്യോഗിക സംവിധാനത്തിലും DBT വഴി ബാങ്ക് അക്കൗണ്ട്, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ മാർഗ്ഗങ്ങളിലും പണം കൈമാറാനുള്ള സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ സർക്കാർ സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ എത്തിക്കുന്ന പെൻഷൻ വിതരണത്തിൽ നിന്ന് കൂടുതൽ നേരിട്ടുള്ള DBT രീതികളിലേക്ക് മാറാൻ സർക്കാർ ഒരുങ്ങുകയാണ്. ഇതിൻ്റെ ലക്ഷ്യം പണമിടപാട് കൂടുതൽ സുതാര്യവും സമയബന്ധിതമായും തീർക്കുക എന്നതാണ്. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. എല്ലാവരും ബാങ്ക് അക്കൗണ്ടിൽ പോയി പണം വാങ്ങണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. കിടപ്പ് രോഗികൾ ഉൾപ്പെടെ വീടിന് പുറത്തേക്ക് പോകാൻ കഴിയാത്തവരായി ഉള്ള ആളുകൾ, അങ്ങനെയുള്ളവർക്ക് ഡോർ സ്റ്റെപ്പ് ഡെലിവറി പോലുള്ള പ്രത്യേക സംവിധാനങ്ങൾ തുടരേണ്ടതുണ്ട് എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ ഇനി വീട്ടിൽ പെൻഷൻ കിട്ടില്ല, എല്ലാവരും ബാങ്കിലേക്ക് ഓടണം എന്ന ഒറ്റവരിയിൽ പറഞ്ഞാൽ അത് പൂർണ്ണമായ ഒരു ചിത്രം ആകില്ല. പിന്നെ എന്തിനാണ് ഈ മാറ്റം? സർക്കാരിൻ്റെ വാദം പ്രധാനമായും സുതാര്യതയും കാര്യക്ഷമതയും തന്നെയാണ്. പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ അത് നടക്കുമ്പോൾ ബെനിഫിഷ്യറി റെക്കോർഡ്സ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണം. ആരാണ് ജീവിച്ചിരിക്കുന്നത്, ആരാണ് ഇപ്പോഴും അർഹൻ, ആരുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ശരിയാണ്, ആരുടെ ആധാർ വിവരങ്ങളാണ് ശരിയായി ലിങ്ക് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇതിലെവിടെയെങ്കിലും പിഴവ് സംഭവിച്ചാൽ പണം വൈകാം. ചില കേസുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് പേയ്മെൻറ്റ് പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. ഇത്തരം പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും DBT നോംസ് കൂടുതൽ കൃത്യമായി പാലിക്കുന്നതിനുമാണ് മാറ്റം കൊണ്ടുവരുന്നതാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ നോക്കുമ്പോൾ ഡിജിറ്റൽ സംവിധാനം നല്ലൊരു കാര്യമാണ്. ഡിജിറ്റൽ സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ ബെനിഫിറ്റ്സ്, അതായത് അതിൻ്റെ ഫ്യൂച്ചർ ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് അടുത്ത ചോദ്യം. ഇവിടെയാണ് AI വരുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നീക്കം ഇതാണ്. കേരള സ്റ്റേറ്റ് IT മിഷൻ ഡേറ്റ അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയുടെ സഹായത്തോടെ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഡെലിവറി, ഗവേണൻസ്, അക്കൗണ്ടബിലിറ്റി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി SAS സ്ട്രാറ്റജിക് അനലിറ്റിക്സ് പാർട്ണറായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കേൾക്കുമ്പോൾ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയി തോന്നിയേക്കാം. കേരളത്തിലെ പെൻഷൻ ഇനി റോബോട്ട് തീരുമാനിക്കുമോ? അങ്ങനെ പേടിക്കേണ്ട. AI എന്നത് ഇവിടെ മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു കമ്പ്യൂട്ടർ ഇരുന്ന് ആർക്കൊക്കെ പെൻഷൻ കൊടുക്കണ്ട എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്ന അത്തരത്തിലുള്ളൊരു സിനിമാ രംഗമല്ല. AIയും ഡേറ്റ അനലിറ്റിക്സും ഉപയോഗിച്ച് വലിയ അളവിലുള്ള വിവരങ്ങൾ പരിശോധിച്ച് പാറ്റേൺസ് കണ്ടെത്താനും തെറ്റുകൾ തിരിച്ചറിയാനും അർഹത സംബന്ധിച്ച പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും സഹായിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഉദാഹരണത്തിന്, ഒരു ക്ഷേമ പദ്ധതിക്ക് അർഹരായ ആളുകളുടെ വിവരങ്ങൾ സർക്കാർ ഡേറ്റാബേസിൽ ഉണ്ടെന്ന് കരുതുക. വരുമാനം, പ്രായം, കുടുംബ വിവരങ്ങൾ, ആധാർ, ബാങ്ക് വിവരങ്ങൾ തുടങ്ങി പല ഡേറ്റാ പോയിൻറ്റ്സ് ഉണ്ടാകും. ഇവയെല്ലാം മനുഷ്യർ ഓരോന്നായി പരിശോധിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ച് പരിശോധിക്കാം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് റെക്കോർഡ്സ് കണ്ടെത്താനാകും. തെറ്റായ വിവരങ്ങൾ കണ്ടെത്താനും അർഹരായ ആളുകൾക്ക് ആനുകൂല്യം എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും സർക്കാർ പദ്ധതികൾ എവിടെയാണ് കൂടുതൽ ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കാനും AI സഹായിച്ചേക്കാം. കേരളത്തിൻ്റെ 2026 IT പോളിസിയിലും ഗവേണൻസ് മേഖലയിലെ AI സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നതിനും കേരള AI മിഷൻ നടപ്പാക്കുന്നതിനുമുള്ള വലിയ ലക്ഷ്യങ്ങൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വലിയ ശ്രദ്ധ വേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സാധാരണ പെൻഷൻ ഗുണഭോക്താവ് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമതായി ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണെന്ന് ഉറപ്പാക്കുക. രണ്ടാമതായി ആധാർ, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ വിവരങ്ങളിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടോ എന്ന് പരിശോധിക്കുക. മൂന്നാമതായി സ്റ്റേറ്റ് മസ്റ്ററിംഗ് പോലുള്ള നിർബന്ധിത നടപടികൾ സമയത്ത് കൃത്യമായി പൂർത്തിയാക്കുക. നാലാമതായി പെൻഷൻ ലഭിക്കാതെ വന്നാൽ വെറുതെ അയൽവാസിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പെൻഷൻ ബോയ് എന്ന് പോസ്റ്റ് ചെയ്യാതെ ഔദ്യോഗിക സംവിധാനത്തിൽ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കുക. കേരളത്തിന് സേവന പെൻഷൻ സംവിധാനത്തിൽ DBT സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സൗകര്യവും പെൻഷനർ സെർച്ചിൽ അങ്ങനെയുള്ള പലതരത്തിലുള്ള സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അവസാനം ഒരു കാര്യം, ക്ഷേമ പദ്ധതികളുടെ ലക്ഷ്യം ടെക്നോളജി കാണിക്കുക എന്നതല്ല, അർഹനായ മനുഷ്യൻ്റെ കയ്യിൽ കൃത്യസമയത്ത് സഹായം എത്തിക്കുക എന്നതാണ്. അതിനായി ടെക്നോളജി ഉപയോഗിക്കുന്നത് നല്ലതാണ്. DBT വഴി പണം നേരിട്ട് എത്തിക്കുന്നതാണ് ഏറ്റവും
ഉപകാരപ്രദം. AI വഴി വലിയ തോതിലുള്ള ഡാറ്റ പരിശോധിക്കാൻ നല്ലതാണ്. പക്ഷേ ഈ സംവിധാനങ്ങളുടെ വിജയത്തിന് യഥാർത്ഥ അളവുകോൽ ഒരു AI ഡാഷ്ബോർഡ് അല്ല. ഒരു സാധാരണ വയോധികൻ തൻ്റെ പെൻഷൻ സമയത്ത് അദ്ദേഹത്തിന് ആ പണം കിട്ടിയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.